നിങ്ങളപ്പോൾ ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുകയാണ്. കുറേ നാൾ വീഡിയോ ഇട്ടിട്ട് പിന്നെ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടോപ്പ് 5 ബെസ്റ്റ് ഗെയിം അണ്ടർ 500 MB ഫോർ ആൻഡ്രോയിഡ് ഫോൺ. ഏത് ഫോണിലും കളിക്കാം. 500 MB താഴെയുള്ള ഗെയിമാണ്. നമ്മുടെ ആദ്യത്തേത് വന്നിരിക്കുന്നത് കവർ ഫയർ പറഞ്ഞിട്ടൊരു അടിപൊളി ഗെയിമാണ്. ഈ ഗെയിം സൂപ്പർ സാധനമാണ് മച്ചാന്മാരെ. എന്ത് ഗ്രാഫിക്സ് ഒന്നും കുഴപ്പമില്ല. 500 MB ഉള്ളിൽ ഒതുങ്ങുന്നതിന് നല്ല ഗ്രാഫിക്സ് എന്നല്ല പറയാം. ബാറ്റ് ബോയിൽ 3D സ്നൈപ്പർ അങ്ങനത്തെ കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ നെക്സ്റ്റ് ഗെയിമാണ് ഡെലിവറി ഫ്രം ദ പെയിൻ. ഇതൊരു സോംബി സർവൈവൽ ഗെയിമാണ്. ഓപ്പൺ വേൾഡ് ഗെയിമും ആണ്, സോംബി സർവൈവൽ ഗെയിമാണ്. അപ്പോൾ ഈ ഇത് നമ്മൾ സോംബിനെ ഇഷ്ടപ്പെടുന്നവർ, സോംബി പോലത്തെ ഡേയ്സ് ഗോണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ് ഈ ഡെലിവറി ഫ്രം ദ പെയിൻ പറഞ്ഞൊരു സോംബി സർവൈവൽ. ഇത് നല്ലപോലെ ഗ്രാഫിക്സ് നല്ലപോലെ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. ഇത് 2D വ്യൂ ആണ്. ഇതിൽ 2D പറ്റുള്ളൂ. 500 MB താഴെ ഏത് ഫോണിലും പറ്റും. അടിപൊളിയാണ്. അതിന് ശേഷം ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഗെയിമാണ് 6 ഗൺസ് ഗാങ് ഷാഡോ. ഓപ്പൺ വേൾഡ് ഗെയിമാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഗ്രാഫിക്സ് ഒക്കെയാണ്. PS5 PS4 കൺസ്യൂമർ പോലെയുള്ള മറ്റേ റെഡ് ഡെഡ് പറഞ്ഞ അതിലെ അങ്ങനത്തെ ടൈപ്പ് ഗെയിംസൊക്കെയാണ്. ഗെയിംസ് അല്ല, അങ്ങനത്തെ ടൈപ്പ് ഗെയിമാണ്. അപ്പം ഞാൻ കുറച്ചുകൂടി കാണിച്ചു തരാം. അതിൻ്റെ ഗെയിം പ്ലേ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ ഗെയിം പ്ലേ. അപ്പോൾ ഗെയിം പ്ലേ വന്നിട്ട് ഇതാ, നമ്മുടെ കയ്യിൽ ഒരു തോക്കുണ്ട്. ഇതവിടെ മൂവ് ചെയ്യണം. നമ്മൾ മറ്റേ റെഡ് ഡെഡിൽ കുതിരയും കൊണ്ടൊക്കെ പോവില്ല അവർ പറയുന്ന സ്ഥലത്ത്, അതേപോലെ ഇതിലും പോകണം നമ്മൾക്കപ്പോൾ. 500 MB താഴെ അടിപൊളി ഓപ്പൺ വേൾഡ് ഗെയിമാണ്. അറ്റാക്ക് ചെയ്യാനൊക്കെ പറയുക. ഗ്രാഫിക്സ് ഒന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒത്തിരി എല്ലാം ഗ്രാഫിക്സൊക്കെ ഉള്ള പോലെ ഉണ്ടാവും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുമ്പോൾ സൂപ്പറായിരിക്കും. എല്ലാവരും മറക്കാണ്ട് കയറ്റണേ. പിന്നെ ഇപ്പം തന്നെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഗെയിമിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഗെയിം ആ ഇൻട്രോയും ആ ശബ്ദവും കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓൺലി ലെജൻഡ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ദ വൺ ആൻഡ് ഓൺലി ആണ്. ഓൾഡസ്റ്റ് ഗെയിം തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാനായി സാധിക്കും. നമ്മുടെ സ്വന്തം ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണ് മച്ചന്മാരെ. ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്താ പറയുന്നറിയില്ല, കിടു ഗെയിമാണ്. എന്താ പറയട്ടെ അമ്മോ, ഇതൊരു സ്ട്രാറ്റജിക്കൽ ഗെയിമാണ്. അപ്പം നല്ല സ്ട്രാറ്റജി അങ്ങനത്തെ ടൈപ്പ് ഗെയിമാണ്. ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകണം. നമ്മുടെ ബേസും അറ്റാക്ക് ചെയ്യാൻ വരും. നമ്മളപ്പോൾ അതിനനുസരിച്ച് മതിലൊക്കെ വെച്ച് ഡെക്കറേഷനും ചെയ്യണം. എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അടിപൊളിയാണ്. ഇതൊക്കെയാണ് ആൾക്കാർ. നമ്മൾക്കപ്പോൾ ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ട് ഇതേപോലെ അറ്റാക്ക് ചെയ്യണം. ഈ പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് ഓരോരോ സംഭവങ്ങൾ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് കടക്കാം. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ഗെയിമാണ്. ടോപ്പ് ഫസ്റ്റ് ഗെയിം വന്നിട്ട് ഏതാണെന്ന് അറിയണ്ടേ? അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഗെയിമാണ്, ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ല, നമ്മുടെ ഫ്രീ ഫയറാണ്. ഫ്രീ ഫയർ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇതൊരു ബാറ്റിൽ റോയൽ ഗെയിമാണ്. എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമേ ഇല്ല. ഞാനിപ്പോൾ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ട്. ഗെയിമാണ്. ഗ്രാഫിക്സ് നിങ്ങൾ നോക്കുക. ഗ്രാഫിക്സ് ഹൈയിലിടുക, ലോയിലിടുക, ഫോണിൻ്റെ അതിനനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും. പീസിലൊക്കെ കളിക്കണമെങ്കിൽ ഹൈ ആയിട്ട് ഇടാം. കണ്ടോ, ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഗെയിമാണ് ഫ്രീ ഫയർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോയിൽ ഞാൻ ഈ ഗെയിമിനെ പറ്റി എന്താ പറയാത്തതെന്ന് വെച്ചാൽ മിക്ക എല്ലാവർക്കും അറിയുന്നതായിരിക്കും.
ഈ ഗെയിം. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ പറഞ്ഞ ചളവാക്കുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.